നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ ട്രംപിന് അനുകൂലമായി മാറുന്ന കാഴ്ച. ഏറ്റവും ഒടുവിലിത യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ട്രംപിനോട് മാപ്പ് പറയുന്നത് പോലെ ഒരു പ്രസ്താവന നടത്തി. വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ വൊളോദിമിർ സെലൻസ്കി. ശാശ്വതമായ ഒരു സമാധാനത്തിന് ട്രംപിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ഒരു കരാറിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം. ധാതുഖനന കരാർ ഏതു സമയം വേണമെങ്കിലും ഒപ്പിടാമെന്ന് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പറയുന്നു. ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന ചൂടേറിയ കൂടിക്കാഴ്ച. അതിന് തൊട്ടുപിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവച്ചിരുന്നു. ഇത് ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഇനി ട്രംപുമായി ഒരു സമവായത്തിലെത്തിയില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് പൂർണ്ണമായും അപകടത്തിലാകുമെന്ന് സെലൻസ്കി തിരിച്ചറിഞ്ഞു. നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ സംഭാഷണങ്ങൾ, റഷ്യയെ അനുകൂലിക്കുന്ന നയ സമീപനങ്ങൾ. യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന മറ്റാരുമില്ല. സമാധാനത്തിനായി ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താനും തൻ്റെ സംഘവും തയ്യാറാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാർ. തടവുകാരുടെ മോചനവും ആകാശയുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കലുമായിരിക്കണം ആദ്യഘട്ടം. മിസൈൽ, ദീർഘദൂര ഡ്രോണുകൾ, ബോംബ് എന്നിവയുടെ നിരോധനവും കടൽ മാർഗമുള്ള ആക്രമണങ്ങളും റഷ്യ അവസാനിപ്പിച്ചാൽ യുക്രൈനും അതുപോലെ ചെയ്യും. US-ഉമായി സഹകരിച്ച് ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരുമെന്നും സെലൻസ്കി പറയുന്നു. യുക്രൈൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നത് യുക്രൈനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല. അങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട്. കാര്യങ്ങൾ ശരിയാക്കേണ്ട സമയമാണിത്. ഭാവിയിലെ സഹകരണവും ആശയവിനിമയം ക്രിയാത്മകമായിരിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു. ധാതുക്കളുടെ സുരക്ഷ സംബന്ധിച്ച കരാർ ഏതു സമയത്തും ഏത് സൗകര്യപ്രദമായ രൂപത്തിലും ഒപ്പുവെക്കാൻ യുക്രൈൻ തയ്യാറാണ്. കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷാ ഉറപ്പുകളിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പാകട്ടെ ഇത്. ഡൊണാൾഡ് ട്രംപും JD വാൻസും വൈറ്റ് ഹൗസിൽ വൊളോദിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ച. ഏറെ കോപത്തോടെ ട്രംപ് സെലൻസ്കിയെ നേരിട്ട ആ കാഴ്ച ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. എന്നാൽ അതിനുശേഷം US-ലുടനീളം യുക്രൈൻ അനുകൂല പ്രകടനങ്ങൾ. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, ബോസ്റ്റൺ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി. ഓവൽ ഓഫീസിലെ തർക്കത്തിന് ശേഷം അവർ യുക്രൈന് പിന്തുണ നൽകി. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമായിരുന്നു ഇത്. എന്തുകൊണ്ട് ട്രംപ് ഇത്രയധികം കോപാകുലനായിട്ടും നാറ്റോ സഖ്യരാജ്യങ്ങളിൽപ്പെട്ട രാജ്യത്തലവന്മാർ പ്രതികരിച്ചില്ല? യൂറോപ്യൻ യൂണിയൻ ഭരണത്തലവന്മാർ പോലും ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. യുക്രൈന് നൽകുന്ന സാമ്പത്തിക സഹായം മാത്രമല്ല ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. നാറ്റോ എന്ന വലിയ ഭാരമാണ് അമേരിക്ക തൻ്റെ തലയ്ക്ക് മുകളിൽ ചുമക്കുന്നത്. അമേരിക്കൻ GDP വരുമാനത്തിൻ്റെ 3.4% നാറ്റോയെ തീറ്റിപ്പോറ്റാൻ അമേരിക്ക ചെലവിടുന്നത്. ഇത് നാറ്റോയുടെ ആകെ ചെലവിൻ്റെ 68% വരും. 32 രാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക മാത്രം എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം പണം മുടക്കുന്നത്? ഓരോ അംഗരാജ്യങ്ങളും 2% GDP നാറ്റോയുടെ പ്രവർത്തനങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി മാറ്റിവെക്കണമെന്ന നിബന്ധന ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സംഘടനയായ നാറ്റോ 75 വർഷമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 1949 ഏപ്രിൽ 4 വാഷിംഗ്ടണിൽ ചേർന്ന അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെ 12 രാജ്യങ്ങൾ ഒരു ഉടമ്പടി രേഖയിൽ ഒപ്പുവെച്ചു. പിന്നീട് ചേർന്ന അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ 32 അംഗങ്ങളുണ്ട്. രാഷ്ട്രീയവും സൈനികവുമായ പരസ്പര സഹകരണം പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഓരോ രാജ്യവും സഖ്യത്തിൽ അംഗമായത്. ഏറ്റവും അവസാനം അംഗത്വം ലഭിച്ചത് ഫിൻലൻഡിനും സ്വീഡനും. 1949 ഒരു സ്വയം രക്ഷാ സഖ്യമായാണ് നാറ്റോ നിലവിൽ വന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ഭാഗത്ത് റഷ്യയും മറുഭാഗത്ത് അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം. ആ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് കരുത്തായി നിന്നത് നാറ്റോ സഖ്യരാജ്യങ്ങൾ തന്നെയാണ്. യൂറോപ്പിലേക്കുള്ള റഷ്യയുടെ അധിനിവേശം തടയാൻ അമേരിക്ക കണ്ണും കാതും തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നാറ്റോയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു. 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ തുടർന്ന് ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന US മുദ്രാവാക്യത്തിൽ കൈകോർത്തതും നാറ്റോ സഖ്യരാജ്യങ്ങൾ തന്നെ. ഭീകര ആക്രമണം അമേരിക്കയോട് മാത്രമല്ല ലോകത്തിന് നേർക്കാണ് എന്ന അമേരിക്കയുടെ സന്ദേശമെന്ന് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഏറ്റെടുത്തു.
തുടർന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധത്തിനായി പുറപ്പെട്ടത് നാറ്റോയുടെ അംഗരാജ്യങ്ങളിൽപ്പെട്ട സൈനികർ. റഷ്യക്കെതിരായ സഖ്യം എന്ന നിലയിലായിരുന്നു നാറ്റോ എന്നും നിലകൊണ്ടത്. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ റഷ്യ തീരെ ദുർബലമായി എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ അമേരിക്കയുടെ മുഖ്യ ശത്രു റഷ്യയല്ല എന്ന യാഥാർത്ഥ്യം ട്രംപ് തിരിച്ചറിയുന്നു. നാറ്റോയുടെ അസ്തിത്വം സൈനികമായതുകൊണ്ട് തന്നെയാണ് 2014 റഷ്യ ക്രിമിയ ആക്രമിച്ച് പിടിച്ചടക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ അംഗരാജ്യങ്ങൾ അവരുടെ GDPയുടെ 2% പ്രതിരോധത്തിന് നീക്കിവെക്കണമെന്ന് പൊതുധാരണയുണ്ടാക്കിയത്. എന്നാൽ ചുരുക്കം ചില അംഗങ്ങൾ മാത്രമേ ഈ ധാരണ പാലിച്ചുള്ളൂ. ഈ വിഷയം ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2019 നടത്തിയ ഇടപെടലുകൾ സഖ്യത്തിൽ വിള്ളലുകൾ വരുത്തും എന്ന ധാരണ പൊതുവെ പരത്തി. നാറ്റോയുടെ സൃഷ്ടിക്കും പിന്നീട് നാറ്റോയുടെ വളർച്ചയ്ക്കുമൊക്കെ ഇടനിലക്കാരായത് അമേരിക്കൻ ആയുധ വ്യാപാരികളാണ് എന്ന ആക്ഷേപം പൊതുവെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുണ്ട്. യുക്രൈനെതിരെ റഷ്യൻ അധിനിവേശ സമയത്ത് നാറ്റോ സഖ്യരാജ്യങ്ങൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പൂർണ്ണ പിന്തുണയുമായി യുക്രൈനൊപ്പം നിലകൊണ്ടു. എന്നാൽ യുക്രൈനെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ നാറ്റോയിൽ അംഗമാക്കാൻ ശ്രമിച്ചാൽ റഷ്യ കൂടുതൽ ശക്തമായി ആഞ്ഞടിക്കുമെന്ന ഭയം. ഇവിടെ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്പിൽ ഇപ്പോഴുള്ള അമേരിക്കൻ സൈനികരുടെ എണ്ണം ഏകദേശം 1 ലക്ഷത്തോളം വരും. യൂറോപ്പിന് പുറത്ത് ജപ്പാനിൽ മാത്രമാണ് കൂടുതൽ അമേരിക്കൻ സൈനികർ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്, 50,000. 2020 ജൂലൈ 29 പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ ജർമ്മനിയിൽ നിന്ന് 11,900 US സൈനികരെ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ നാറ്റോ സഖ്യരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. ട്രംപിൻ്റെ മുൻ ഭരണകാലത്ത് ട്രംപ് ചില കർശനമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. പ്രതിരോധത്തിനായി സഖ്യകക്ഷികൾ അവരുടെ GDPയുടെ 2% ചെലവഴിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നില്ലെങ്കിൽ അമേരിക്ക സംഘടനയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്പിനോടുള്ള US പ്രതിബദ്ധതയെ ഒരിക്കൽ പോലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നില്ല. എന്നാൽ ട്രംപ് എടുത്ത കടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ യൂറോപ്പ് അമ്പരപ്പോടെ നോക്കി നിന്നു. നാറ്റോയ്ക്ക് വേണ്ടി പ്രതിവർഷം അമേരിക്ക ചെലവിടുന്നത് $967 ബില്യൺ. ഇത് അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ച് വലിയ തുക തന്നെ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും റഷ്യൻ അതിർത്തിയിലുള്ള മറ്റ് രാജ്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇത്ര തുക അമേരിക്കൻ ഖജനാവിൽ നിന്നൊഴുക്കുന്നത്? ഈ ചോദ്യം ട്രംപ് ഉയർത്തുമ്പോൾ ന്യായമായും അതിനെ പ്രതിരോധിക്കുക വയ്യ. ഇവിടെയാണ് യുക്രൈൻ അമേരിക്ക നൽകിയ സാമ്പത്തിക സഹായത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടതും. 28.7 ട്രില്യൺ US എക്കോണമിയുടെ 3.4% നാറ്റോയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. അമേരിക്ക 967 ബില്യൺ, അതായത് ഏകദേശം 1 ട്രില്യൺ അടുത്ത് ചെലവഴിക്കുമ്പോൾ അതിന് പിന്നിൽ ചെലവഴിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ജർമ്മനി എന്നാണ്. അവർ ആകെ ചെലവഴിക്കുന്നത് $97.7 ബില്യൺ മാത്രം. UK $82.1 ബില്യൺ മാത്രം. ഫ്രാൻസ് $64 ബില്യൺ, പോളണ്ട് $34 ബില്യൺ. ചുരുക്കത്തിൽ അമേരിക്കൻ പണം കൊണ്ട് നാറ്റോ സഖ്യരാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധം കെട്ടിപ്പടുത്തു. അതും 1-2 വർഷങ്ങളോളം. ഇതിൽ മനം മടുത്ത ട്രംപ് ഇപ്പോൾ കടുത്ത നടപടികൾക്കൊരുക്കുമ്പോൾ അതിനെ എങ്ങനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രതിരോധിക്കും? ഇവിടെയാണ് ജർമ്മനിയുടെ ഏറ്റവും പുതിയ നിലപാടുകൾ നമ്മൾ പരിശോധിക്കേണ്ടത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ കരുത്തോടെ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയാണ് ഇപ്പോൾ ജർമ്മനി മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സാമ്പത്തികമായി ഏറെ കരുത്തുറ്റ രാജ്യമാണ് ജർമ്മനി. യുദ്ധത്തിനായി അമേരിക്ക യുക്രൈൻ ഏകദേശം $50,000 കോടി സഹായം നൽകിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ നൽകിയ സഹായവും ഇനി ഭാവിയിൽ ആവശ്യമായി വരുന്ന പ്രതിരോധ ചെലവും. 50,000 കോടി രൂപ തിരിച്ചു പിടിക്കണമെന്ന ട്രംപിൻ്റെ വാശി. അത് തിരികെ ലഭിക്കണമെങ്കിൽ അപൂർവ ധാതുക്കളിന്മേലുള്ള അവകാശം ഉറപ്പിക്കണം. ഏറ്റവും ഒടുവിൽ സെലൻസ്കി അതിന് കീഴടങ്ങിയിരിക്കുന്നു. $6,700 കോടി പടക്കോപ്പുകളാണ് യുക്രൈന് നൽകിയത് എന്ന് സെലൻസ്കി വിശദീകരിച്ചിരുന്നു. $3,150 കോടി പണമായി നൽകി. 2022 ഫെബ്രുവരി 24 തുടങ്ങിയ യുദ്ധത്തിനായി യുക്രൈൻ ഇതുവരെ ചെലവായത് $32,000 കോടി. യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈനായി അമേരിക്ക വകയിരുത്തിയത് $18,300 കോടി. യുക്രൈൻ കാര്യങ്ങൾക്കുള്ള വിവിധ അമേരിക്കൻ ഏജൻസികളുടെ സംഘമായ യുക്രൈൻ ഓവർസൈറ്റ് നൽകുന്ന കണക്കാണിത്. ഇതിൽ $5,800 കോടി അമേരിക്കയിൽ തന്നെ യുക്രൈൻ ചെലവാക്കി. നാറ്റോയുടെ ചെലവും ഉൾപ്പെടെയാവും അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. എന്തായാലും ട്രംപ് പുതിയ ലോകക്രമമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. റഷ്യയല്ല അമേരിക്കയ്ക്ക് മുന്നിലുള്ള മുഖ്യ ശത്രു. ഇനി അമേരിക്ക കടന്നു ചെല്ലുന്നത് പുതിയ വ്യാപാര യുദ്ധങ്ങളിലേക്കാണ്. അവിടെ തങ്ങളുടെ മുന്നിൽ ശത്രുവായി നിൽക്കുന്നത് ചൈന.
ചൈനയിൽ നിന്നുള്ള വലിയ തോതിൽ ഇറക്കുമതിയാണ് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നടത്തുന്നത്. ഇതിലും കുപിതനാണ് ട്രംപ്. ചുരുക്കത്തിൽ അമേരിക്കൻ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് എല്ലാ തിരുത്തലുകൾക്കും തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തം. നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യങ്ങളിൽ അമേരിക്ക പുനർചിന്തനത്തിന് ശ്രമിക്കുന്നു. അനാവശ്യമായി അമേരിക്കക്കാരൻ്റെ പണം ഇനി ലോകത്തിന് വേണ്ടി ചെലവഴിക്കാനില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഒപ്പം യുക്രൈനെ കൈയൊഴിഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയ നാടകം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒരു മര്യാദ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുകൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.